അപ്പോൾ നമ്മൾ അൺബോക്സിംഗ് തുടങ്ങി കേട്ടോ. കോൾമാൻ്റെ സൺഡോം 3. ഓക്കെ, ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ടെൻ്റാണ്. ആമസോണിൽ നിന്ന്. എത്ര രൂപ ഈ സാധനത്തിന് വന്നത്? ഇത് അന്ന് ഓഫറിൽ നമുക്ക് കിട്ടിയതാണ്. ബിഗ് ബില്യൺ ഡേക്ക് അറൗണ്ട് 4000 ബിലോ. ഇവിടുത്തെ എല്ലാ കോൾമാനും അത് തന്നെയാണ്. എല്ലാം കോൾമാനുണ്ട്. കോൾമാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റികളാണ്. പിന്നെ ഉള്ളത് ആമസോൺ ബേസിക്സിൻ്റെ ടെൻ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഡെക്കാത്തലോൻ്റെ ടെൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഇതിൻ്റെ ടോപ്പിലെ ഭാഗമാണ്. ഇത് നമുക്ക് അവസാനം യൂസ് ചെയ്യാനല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാട്ടോ ടെന്റിൽ കിടക്കണം. ഈ സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലത്തും റിസോർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും റൂമൊക്കെ തന്നെ. ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ് ടെന്റിൽ കിടക്കുന്നത്. നമുക്ക് പുറത്തിറങ്ങി കിടക്കാം. നമ്മൾ ടെന്റിനുള്ളിൽ ഒരു സ്ലീപ്പിംഗ് ബാഗ് കൂടി കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് കംഫർട്ടബിൾ ആവാനായിട്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് അല്ലേ? അതാണ് മെയിൻ പാർട്ട്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ അടിക്കാം ടെന്റ്. ഭയങ്കര ഈസിയാണ്. ആക്ച്വലി ഒരാൾക്ക് കൊണ്ട് തന്നെ ടെന്റ് അടിക്കാം. ചില കോമ്പറ്റീഷനൊക്കെ ചെയ്യാറുണ്ട് ഈ ടെന്റ് അടിക്കുന്നത്. ഡെക്കാത്തലോണിൽ അവരൊക്കെ ഓരോ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇതുപോലെ. ഈ കറുത്ത വശം തന്നെയാണ് താഴെ അല്ലേ? അതെ, അതാണ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഭാഗമാണ് താഴെ വരുന്നത്. പിന്നെ ഇതിനകത്ത് ഫ്രണ്ടും ബാക്കും ഏതാണെന്ന് ഇതിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ കോൾമാൻ എന്ന് പറയുന്ന പാർട്ടാണ് ഫ്രണ്ടിൽ വരുന്നത്. കോൾമാൻ എഴുതിയിരിക്കുന്നത് ഫ്രണ്ട് ഭാഗം അല്ലേ? അതെ. ഓക്കെ, സിപ്പ് എൻട്രൻസ് വരുന്നത്. അതെ. ഇത് 3 പേരുടെ അല്ലേ? ഇത് 3 പേഴ്സൺ, പക്ഷെ ഒരു 4 പേഴ്സൺ വരെ സ്റ്റേ ചെയ്യാം. പിന്നെ ഇതിനുള്ളിൽ നെക്സ്റ്റ് ഐറ്റം ഇതിൻ്റെ ഹോൾസ് ആണ്. ഓക്കെ, അത് ഇല്ലേ? അതെ, അടുത്ത ബ്ലൈൻഡിൻ്റെ ഒക്കെ കയ്യിലുള്ള സ്റ്റിക്ക് പോലെ ഭയങ്കര ഈസിയാണ്, പക്ഷെ സ്ട്രോങ് മെറ്റീരിയലാണ്. ഇതിൽ നിന്നോളും അല്ലേ? ഇത് പല ടൈപ്പ് ഉണ്ട്. ഫൈബറിൻ്റെ ഉണ്ട്, വേറെ അലുമിനിയം പോലത്തെ. ഇതെല്ലാം ഒറ്റ അല്ല, ഇത് രണ്ട് ഇതുണ്ട്. ഒന്ന് 2 ഡയഗണലായിട്ടാണ് വരുന്നത്. ഇത് ജസ്റ്റ് ചുമ്മാ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് നമ്മുടെ ഫിഷിംഗ് റോഡ് വെക്കണ പോലെയൊക്കെ തന്നെ ഉണ്ട്. ഏകദേശം അതുപോലെയൊക്കെ തന്നെ. അതുപോലത്തെ ഒരു മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു യൂസ് ചെയ്തേക്കണല്ലേ. ഇങ്ങനെ ഒരു 3 പീസസ് ഉണ്ടാവും. ഇത് ഏറ്റവും അവസാനം ടോപ്പ് പീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനത്തെ വലിയ 3 പീസ് ഉണ്ടാവും. 2 വലിയ പീസും ഒരു ചെറിയ പീസുമാണ്. അത് ഇതിൻ്റെ ഈ കോർണറിലൂടെ ഈ സൈഡിലൂടെ ആദ്യമായിട്ടാണ് സിമ്പിളായിട്ട് പഠിക്കാം ഫസ്റ്റ് ടൈം ആണെങ്കിൽ. ഓക്കെ, ഈ വലുത് രണ്ടും ക്രോസ് ചെയ്തിട്ട് അല്ലേ? ഇതിൻ്റെ ഇങ്ങനെ കോർണറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കമ്പിയാണ്. ഈ കമ്പിയിലായിട്ടാണ് ഇത് കയറി കണക്ട് ആവുന്നത്. കുറച്ചുകൂടിയും കൂടുതൽ. ഓക്കെ, ഇതിങ്ങനെ ബെൻഡ് ആവും. അതെ, എല്ലാ കമ്പിയും കറക്റ്റായിട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഇവിടെ ചെയ്യാം. അതെ, ഞാൻ ബെൻഡ് ചെയ്തോട്ടെ. ബെൻഡ് ചെയ്തോ, ബെൻഡ് ചെയ്യാം, കുഴപ്പമില്ല. ബെൻഡ് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ട് വരുന്ന കേട്ടോ. ഓക്കെ, ഇതിനുള്ളിൽ ഇവിടെ ഒരു ബുക്ക് ഉണ്ട്. ജസ്റ്റ് നമ്മുടെ കയറിയിട്ടില്ല, പരിചയക്കുറവാട്ടത്. നെക്സ്റ്റ് ടൈം തന്നെ. ടെന്റിന്റെ ഏറ്റവും മെയിൻ സ്റ്റെപ്പ് കഴിഞ്ഞു. ചില സമയം ഹാങ്ങൊക്കെ ഇതിൽ മാത്രം നിന്നാൽ പോരല്ലേ? കാറ്റ് വരുമ്പോഴത്തേക്ക് കാറ്റ് ശരിക്കും എന്താ പറയാ, ഒരു എയറോഡൈനാമിക് പോലെ പിടിച്ചേക്കുന്നത് ഇതിന്റെ ഏറ്റവും ടോപ്പിലെ സംഭവമാണ്. ഓക്കെ, ഇത് എന്താ പറയുക, ഇതിന്റെ പേരെന്താ? ഇതിന്റെ റൂഫാണ്. വാട്ടർ പ്രൂഫിങ്ങും അതുപോലെ വിൻഡും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഭാഗമാണ്. അപ്പോൾ അതിനിടാനാണ് ആ ചെറിയൊരു കമ്പി നമുക്ക് ഇവിടെ ഉള്ളത്. ഈ കമ്പി ജസ്റ്റ് ഈ 3 കമ്പിയിലാണ് എല്ലാം ഇരിക്കണേ അല്ലേ? അതെ. കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇവിടെ ഒരു പോക്കറ്റ് ആണ്, ഒരു ബ്ലാക്ക് കറക്റ്റ് ഒരു പോക്കറ്റ് പോലെ ഷർട്ടിൻ്റെ പോക്കറ്റ് പോലെ. പുറത്തേക്ക് വരില്ലേ? കൃത്യമായിട്ട് അത് തന്നെ കറക്റ്റാണ്. വെച്ച് കഴിഞ്ഞാൽ
കോർണറിലെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിലത്തൊന്ന് ഉറച്ചിരിക്കാനുള്ള ഒരു പാർട്ടാണ്. ഇത് എല്ലാത്തിലും മണ്ണിലേക്ക് അടിച്ചു വെക്കും അല്ലേ? അതെ, ഇത് മണ്ണിലേക്ക് അടിച്ചു. ആക്ച്വലി ഇത് മണലിലത്ര കറക്റ്റായിട്ട് ഇരിക്കില്ല, കുറച്ച് ഉറച്ച മണ്ണിലായിരിക്കും ഇത് കുറച്ചുകൂടി. ഈ ഓരോരോ അതെ, റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടി എടുക്കും അല്ലേ? അതെ, റൗണ്ടിനുള്ളിലൂടെ കുറച്ച്. പിന്നെ ഇത് നമുക്കൊന്ന് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വള്ളി വെച്ച് കെട്ടുക. കൺക്ലൂഷൻ പറഞ്ഞു. ഇവിടെ ഏകദേശം ടെൻറ്റ് കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബെഡൊന്നും ഇപ്പോൾ ഇടുന്നില്ലല്ലോ? ഇല്ല, ബെഡ് രക്ഷയാണ്. ഇതിനകത്ത് വരുന്ന ഒരു ഇതാണ് മാറ്റ്, നമുക്ക് ജസ്റ്റ് പുറത്ത് കാല് കൊട്ടാനായിട്ട്. ലാസ്റ്റ് വെച്ചാലും മതി അല്ലേ? ബെഡൊക്കെ ഇട്ടതിന് ശേഷം ഇത്ര ഉള്ളൂ പരിപാടി. നിസ്സാര നേരമുള്ളൂ. ഇത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇട്ട് തീരാവുന്ന സാധനമുള്ളൂ അല്ലേ? 5 മിനിറ്റ് അത് തന്നെ. ടെൻഡിങ് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട് പുറത്തേക്ക്. ടെൻഡിങ് കോമ്പറ്റീഷൻ ഉണ്ടല്ലേ? എന്തായാലും ആദ്യത്തേൽ ഞാൻ ജയിക്കില്ല, രണ്ടാമത്തേൽ ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട്. ഇനി ടെൻറ്റുകളുണ്ട് നമുക്ക്. ടോട്ടൽ ഒരു 8 ടെന്റ് ഉണ്ട്. ഇനി അടിക്കാൻ ചാൻസ് തന്നേക്കാം. അതെ, അടുത്തേൽ ഞാൻ തന്നെ ടെന്റ് അടിച്ചോളാം. 8 ടെന്റ് ഉണ്ട്. ഒരുവിധം എല്ലാ ടെന്റുകളും ഒക്കെ തന്നെ ആയിട്ടുണ്ടല്ലോ. ഇനി ഒരു 3 ടെന്റ് കൂടി സെറ്റ് ചെയ്യാം. അതെ, 3 ടെന്റ് കൂടി. അപ്പോൾ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. ഓരോരോ പ്രോഗ്രാംസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. സൂര്യൻ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇപ്പോൾ ബലൂണിൻ്റെ വീഡിയോ ഇപ്പോൾ ഇതിന് എല്ലാത്തിനും പ്രോത്സാഹനം നമ്മുടെ ഉണ്ണിയാട്ടോ, ഉണ്ണി പ്രോ, ടൂർ ഇന്ത്യയുടെ ഉണ്ണി പ്രോ. ടൂർ ഇന്ത്യയുടെ സ്പെല്ലിംഗ് ഓർക്കണം, TOOR ആണ്. അപ്പം ഞാൻ വെബ്സൈറ്റിൽ TOUR വെച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, കിട്ടിയില്ല. പിന്നെ ഈ നമ്മുടെ ബലൂൺ ഉണ്ണിയുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ആ കാര്യം മനസ്സിലായി, TOOR. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ടൂർ ഇന്ത്യയുടെ പ്രോഗ്രാംസ് കുറച്ച് അധികം ഇവന്റ്സ് ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ട്. കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിൽ. കേരളത്തിന്റെ പുറത്തുണ്ടോ? കേരളത്തിന്റെ പുറത്തിപ്പോ ഞങ്ങൾ ന്യൂ ഇയറിന് ഒരു കസോളിൽ ഒരു ക്യാമ്പ്, കാസോളിൽ അവിടെ മണാലി. ഓക്കെ, നിങ്ങൾ പോകുന്നുണ്ടോ? 20 മെമ്പർ നേരിട്ട് പോകുന്നുണ്ട്. അത് വീട്ടിൽ നിന്ന് മുങ്ങാനുള്ള. ഞാൻ പോകുന്നില്ല, എന്റെ പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പോൾ കസോളിലൊരു പ്രോഗ്രാം കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റ് കാണുക, ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലുണ്ട്, എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇന്നത്തെ അൺബോക്സിങ്, ടെൻറ്റിൻ്റെ അൺബോക്സിങ് കഴിഞ്ഞ് ഇപ്പോൾ സമയമില്ല, ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ടെൻറ്റുകളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടുന്ന് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അടുത്ത വീഡിയോ ഇവരുടെ തന്നെ കേട്ടോ, ഇവരുടെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇവന്റ് ഇതുവരെ അവസാനിച്ചിട്ടില്ല, തുടങ്ങിയിട്ടില്ല. നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാം. അതെ, ആക്ടിവിറ്റീസ് ഉണ്ട്, അങ്ങോട്ടും മൂവ് ചെയ്യാം. അപ്പോൾ പോട്ടെ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിപ്പിക്കുന്നു. ബലൂൺ സുല. Thank you.